ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ യോഹന്നാൻ സ്ത്രീയ രക്ഷാപ്രസംഗമാകുന്ന നമ്മുടെ കർത്താവായ യേശു മെശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിൽ നിന്ന് ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മെശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവയൊക്കെയും ഇപ്രകാരം സംഭവിച്ചു. യേശുദാനവരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ പ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്ന എല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവരുപരിയായിട്ടുള്ള പ്രവൃത്തികളെയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മനുഷ്യരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രൻ തനിക്ക് ഇഷ്ടമുള്ളവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിക്കുവാനായിട്ട് പിതാവിന് ഒരു വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചു വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിപ്പെടാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അത് ഇപ്പോൾ തന്നെയുമാകുന്നു. എന്തെന്നാൽ പിതാവിനെ തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രന് തന്നിൽ തന്നെ ഉണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. സൗകര്യതയിൽ ചെയ്യുന്ന എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്ത ജീവന് വേണ്ടിയും തിന്മ ചെയ്ത തന്നവർക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ. ബന്ധുരായ വൈദിക സൃഷ്ടിയെ അഭാഷന്മാരെ ദുഃഖത്തിലും വ്യാപകം കഴിയുന്ന ബന്ധുത്വാദികൾ, ഈ വേർപാട് നമുക്ക് ദുഃഖത്തെ ഉളവാക്കുന്ന ഒരു ആണെങ്കിൽ തന്നെയും ധൈര്യത്തോടെ പ്രത്യാശയോടെ ഈ ദാസനെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. 4 കാര്യങ്ങൾ ചുരുക്കമായി ഓർക്കുകയും, ഒന്നാമതായി വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നുവെന്ന്. യോഹന്നാൻ മാർത്താനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരെയും അയച്ചത് ദൈവമാണ്. ദൈവം ഈ ലോകത്തിലേക്ക് അയക്കുന്നു. താൻ ഉദ്ദേശിക്കുന്ന സമയത്ത് തിരിച്ച് വിളിക്കുന്നു. ഉടയവൻ ദൈവമാകിയാൽ പരാതി പറയാനുള്ള അവകാശം ആർക്കുമില്ല. കുറെ നാൾ കൂടെ ഇവിടെ ജീവിച്ച് നമുക്ക് കാണാനും അദ്ദേഹത്തിൽ നിന്ന് അനുഭവിക്കുവാനും കേൾക്കാനും ഒക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ ദൈവം നിറഞ്ഞിരിക്കുന്നുവെന്ന് ആശ്വസിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. ആ രീതിയിൽ പ്രത്യാശയോടെ അതിൽ യാത്ര ചെയ്യുവാൻ സാധിക്കണമെന്ന് ഒന്നാമത് ഓർപ്പിക്കുന്നു. രണ്ടാമതായി ഓർപ്പിക്കാനുള്ളത്, ഈ ദാസൻ എവിടേക്ക് പോകുന്നു? അല്പകാലം ഇവിടെ ജീവിച്ചു. നമ്മളെല്ലാം അല്പകാലം ജീവിക്കാനുള്ളവരാണ്. പക്ഷേ പോകുന്നത് അനശ്വരതയിലേക്കാണ്. ഈ ദൃശ്യലോകത്തിൽ നിന്നും അദൃശ്യലോകത്തേക്ക് പോവുകയാണ്. ഈ കടന്നു പോകുന്ന ലോകത്തിൽ നിന്നും കടന്നു പോകാത്ത ലോകത്തേക്ക് പോവുകയാണ്. ഇവിടെ നശ്വരതയാണ്. നമുക്കിവിടെ സ്ഥിരമായ കൂടാരമില്ല. ദൈവസന്നിധിയിലേക്കുള്ള പോക്കാണ്. ഈ ജീവിതത്തിന് ശേഷമുള്ള ഒരു പ്രൊമോഷനാണ്. ആ രീതിയിൽ ഈ ദൃശ്യലോകത്തിൽ നിന്നും അദൃശ്യലോകത്തിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള അദൃശ്യ ഗണങ്ങളോട് ചേരാൻ പോവുകയാണ്. സ്വർഗത്തിൽ പേടിക്കുന്ന ആദ്യാത്മ സംഘത്തോട് ചേരാൻ പോവുകയാണ്. മാലാത്മയുടെ ഗണങ്ങളോട് ചേരാൻ പോവുകയാണ്. വിഷ്ണുമാരുടെ ഗണങ്ങളോട് ചേരാൻ പോവുകയാണ്. അവിടെ അനന്തമായ സന്തോഷവും സമാധാനവും ശാന്തിയുമാണ്. ആ ഒരു ദർശനത്തോടുകൂടി ഈ കർത്തദാസനെ യാത്ര ചെയ്യാൻ സാധിക്കണം. നമ്മളും അവിടെ എത്തിച്ചേരുവാൻ തക്കവണ്ണമുള്ള ആഗ്രഹത്തോടെ ജീവിക്കാൻ നമുക്കും സാധിക്കാനുള്ളത് 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഈ കർത്തദാസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കർത്തദാസ് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ സംക്രമണത്തിൽ ക്രിസ്ത്യാനി ശ്ലോകങ്ങൾ ഒന്നാക്കി അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കടമ നാം നിർവഹിക്കണം. രണ്ടാമതായി, ഈ കർത്തദാസൻ ജീവിച്ച കാലയളവിൽ സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ വളരെയധികം നല്ല സന്ദേശങ്ങളും നല്ല അനുഭവങ്ങളും നൽകിയിട്ടുള്ള വ്യക്തിയാണ്. ആ സന്ദേശങ്ങളെ അനുഭവങ്ങളെ അനന്തകാമികൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുമ്പോൾ ഈ കർത്തദാസന്റെ ഓർമ്മ സജീവമായി ലോകത്തോടെ സാധിക്കും എന്ന് രണ്ടാമത്തെ കാര്യമായി പറഞ്ഞു. ദൈവത്തിൽ വിശ്വസിപ്പി,
എന്നിൽ വിശ്വസിക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ആ വാസസ്ഥലത്തേക്കാണ് കർത്തദാസൻ പോകുന്നത്. നമ്മളും അവിടെ പോകേണ്ടവരാണ് എന്ന ബോധ്യത്തോടെ ദൈവമേ എപ്പോഴും അങ്ങനെ എവിടെയും വിളിക്കുന്ന സമയത്ത് പാട്ടോടെ അടുത്തേക്ക് വരുവാനുള്ള യോഗ്യതയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഈ കർത്തദാസന്റെ ആത്മാ സ്വർഗീയമാകുന്നതിൽ മാലാഖമാരുടെ വിശുദ്ധന്മാരുടെ ഗണങ്ങളോട് ചേർത്ത് ദൈവത്തെ അനുഭവത്തിലായി തീരട്ടെ. ദുഃഖിക്കുന്ന എല്ലാവർക്കും നമ്മൾ ആശ്വാസം നൽകട്ടെ. എല്ലാവരും ഇന്നത്തെ വാർത്തയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു വാർത്ത. ജീവന്റെയും മരണത്തിന്റെ മേൽ അധികാരമുള്ളവനും മരണത്തിന്റെയും യോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജടങ്ങളുടെയും ദൈവമായ മിശിഹാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അരുളി ചെയ്തവനായ മിശിഹാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന ഏവന്റെയും മരണഗതി കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണം എന്ന് ഞാൻ സമ്പൂർണ്ണമായി തന്നെ മനുഷ്യാധാരത്തിൽ കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മിശിഹാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ നാഗൽ പുരുഷരുടെയും സൈന്യങ്ങളുടെ ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമായി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാവിനെ പിടികൂടുവാൻ അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് നിന്റെ ദാസന്റെ ആത്മാവിനെ നീ രക്ഷിച്ച് സ്വർഗീയ യെരൂശലേമിലെത്തിക്കുമാറാകണമേ എന്ന് എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരോട് ഒരുമിച്ച് നിന്റെ തന്നെ പിതാവിനെയും പരിശുദ്ധ റൂഹായി സ്തുതിക്കുകയും ചെയ്യത്തക്കോണം സന്തോഷപ്രദമായ പുനരുത്ഥാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം കുറിയലായി സോനെന്ന് ഏറ്റുചൊല്ലണം. ഈ രാത്രി താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗസേനയുടെ സഹായം ഈ രാത്രി അയച്ചു കൊടുക്കണമേ. ഇവന്റെ അമൃത ശരീരത്തിൽ എഴുതപ്പെടുന്ന ഈ തൈലമുഖാന്തരം ഓയാലും പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സേനകളിൽ നിന്നും ശത്രുവിന്റെ പാടങ്ങളിൽ നിന്നും വഴുതി രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോട് കൂടിയുള്ള ആനന്ദത്തിലേക്ക് ഇവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും നിന്റെ പിതാവിന്റെ പരിശുദ്ധ സഹായിക്കും സ്തുതിപാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നമുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളുള്ള സംരക്ഷണത്തിനും വിഷ്ണുവാടെയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. മണ്ണിലേക്ക് തന്നെ ചേരും വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുന്ന പ്രകാരം കർത്താവേ, ഇതാ തിരുവിഷ്ടം ഈ ദാസനിൽ നിറവേറിയിരിക്കുന്നു. അവനെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവിനും പ്രതിനിധിക്കും ശരണം നൽകും സകല കരകൾക്കും കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു. നിങ്ങളുടെ നിന്ദയും പ്രിയരെയും സ്വീകരണം ഞാൻ നേടാനെത്തി. ഒരു നിമിഷം കൊണ്ടുടയോനെ മൃതരെ ജീവിപ്പിക്കും നിരവധി കൂട്ടം പ്രിയരെയും മൃതരുടെയും സ്വീകരണം പാടും അവകാശി വരിക പ്രാണ
ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ഏവർക്കും നൽകുന്നു കബറുകളിൽ നീന്തി അവരോടെഴുന്നേറ്റു ഉയരവും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാട്ടുമോ എന്റെ പാലം ചെയ്യുമ്പോൾ പാതാളത്തിൽ പോകാനായി വീണാഞ്ഞ എന്നും അവൻ ജീവിപ്പാൻ അംഗത്തേക്ക് മരിച്ചത് ഞാൻ എന്നും കാക്ക തന്നെ വിളിക്കുന്നു അകപ്പം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മാവിന്റെ സംസ്കാര എല്ലാവരെയും ഇടിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവിനെ വിശ്വാസത്താനവരെയും ആശ്വസിപ്പിക്കട്ടെ. പിതാവും പരിശുദ്ധമായുള്ളവരെ ഗർഭമുള്ള പ്രാർത്ഥനകൾ അംഗീകരിക്കണമേ. വൈദ്യശാസ്ത്രത്തെ കൂടി വന്നിരിക്കുന്ന എൻ്റെ സഹോദരിയുടെ ഭർത്താവ് അഭിഷേകൻ 66-ാമത്തെ വയസ്സിൽ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. 3-5 മാസമായി രോഗത്താൽ കഴിയുന്നുവെങ്കിലും വളരെ ആത്മീയമായ എല്ലാ കാര്യങ്ങളും താൻ സ്വീകരിച്ച് പ്രാർത്ഥനയുടെ ലഭിക്കുന്നതായ സന്ദർഭത്തിൽ തന്നെ ഈ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് കണ്ടുപോവുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞുകൊണ്ട് ആണെങ്കിലും വിവരം അറിയിച്ചുടനെ അനുശോചനം അറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പത്താമത്തെ ഭദ്രാസനത്തിന്റെ മനസ്സുകൊണ്ട് ഉച്ചയ്ക്ക് മുൻപായിട്ട് ഭവനത്തിലെത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി അനുഗ്രഹിച്ച മനസ്സിലേക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത തിരുമേനിമാർക്കുള്ളതായ നന്ദി സ്നേഹവും പ്രഭാതത്തിൽ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അറിയിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ച ബഹുമാനപ്പെട്ട റംബാച്ചന്മാരോടും ഭദ്രാസന സെക്രട്ടറി അലക്സാണ്ടർ രാജനോടും കൂടി വന്നിരിക്കുന്ന എല്ലാ വൈദികരോടുമുള്ളതായ നന്ദി സ്നേഹവും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അറിയിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ പലതരം ഇടപെട്ടിരുന്നു. രാഷ്ട്രീയ നേതാക്കൾ വന്ന് അനുശോചനം അറിയിക്കുകയും ചെയ്തു. ഈ കർത്തൃദാസന്റെ വേർപാടിൽ ദുഃഖം അറിയിച്ചുകൊണ്ട് തന്നെ ഇടവകയിലെ എല്ലാ ജനങ്ങളും ആത്മീയ സംഘടന പ്രവർത്തകരെ വന്ന് ഭവനത്തിൽ പ്രാർത്ഥിക്കുകയും വേദപുസ്തകം വായിക്കുകയും എല്ലാ ആത്മീയമായ കാര്യങ്ങളും ചെയ്തു. ഈ കർത്തൃദാസന്റെ ആത്മാവിന് വേണ്ടി അർപ്പിച്ചതായ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ സ്മരിക്കുന്നു. അവർക്ക് ദൈവം നന്ദി കൃപയും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് കുടുംബാംഗനാമത്തിലുള്ളതായ നന്ദി പ്രത്യേകം അറിയിക്കുകയും ചെയ്തു.
കർത്താവേ, നിന്റെ ആത്മഭാഗത്തെയോ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ പാപപരിഹാരത്തിനുമേ. സത്യവിശ്വാസത്തോടെ നിങ്ങളുടെ സന്നദ്ധി ഇത്തരം വാഗ്ദാനങ്ങളെ പാപപരിഹാരം നിർവഹിക്കുകയും ചെയ്യണമേ. ഇന്നേ ദിവസം സത്യവിശ്വാസത്തോടും ദൈവികമായ യോഗ്യതയോടെ കൂടി ക്രിസ്ത്യാനിക്ക് ഉചിതമായ നിലയിൽ ചിത്രം പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യരുടെ ആശ്രയം നമ്മുടെ നിർമ്മലമായ കൃത്യങ്ങളും അംഗീകരിക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കൂടി അവിടുത്തെ കരുണയോടെ പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർണ്ണമായ നമ്മുടെ സ്ഥാനത്ത് നൽകട്ടെ. സ്വർഗരാജ്യത്തിലെ മണവരൻ തോട്ടവും ദോഷവും കർത്താവ് ഈ ദാസന നൽകുമാറാകട്ടെ. തന്റെ സമ്മതിന്റെ നിർവാഹത്തിലേക്ക് നിയമസ്കാരദാസന്റെ നാമങ്ങൾ അവിടുന്ന് പരിഹരിക്കട്ടെ. കർത്താവ് ഇവനെ തന്റെ വലതുഭാഗത്ത് വിളിച്ചു നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്തതിന് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ചു. അതേ സ്ഥാനത്ത് തന്നെ ഈ ദാസന്റെ വാസവും ആനന്ദവും ആയി തീരുമാറാകട്ടെ. ദൈവമാതാവായ വിശുദ്ധമറിയാം അമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാണ് സ്വർഗീയ സഭയിലും ഈ ഭൗതിക സഭയിലും ഇവയെല്ലാം സാധിക്കുവാനാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തമ്പുരാൻ തന്റെ ശ്രമത്തിന്മേൽ നിന്തര പ്രാർത്ഥിച്ചിരിക്കുന്ന തന്റെ ദാസനും ആരാധകനുമായ പിതാവിനെ കൃപയോടെ ആശ്വസിപ്പിക്കുവാനാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ കരുണ എന്നേക്കും അന്റെ ലോകങ്ങളിലും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. Thank you.